നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വാർത്ത ഈ പ്രതിയുടെ ചിത്രം സഹിതം പുറത്തുവിടുന്നത് തെറ്റ് ചെയ്യാത്ത ആ പ്രതിയുടെ കുടുംബത്തിന് പോലും അപമാനമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ വിഷമത്തിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ടവന്മാരെ ലോകമറിഞ്ഞില്ലെങ്കിൽ അത് വരും തലമുറയ്ക്ക് നാണക്കേടാവും എന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൽ നിന്നും പാശ്ചാത്യ ലോകത്തുള്ള നവകുടിയേറ്റക്കാർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നതുകൊണ്ടും വ്യക്തമാക്കുന്നു. ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്ന ചെറുപ്പക്കാരൻ്റെ പേര് ജിതിൻ ജോസ് എന്നാണ്. ഇയാൾ കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് കുര്യം സ്വദേശിയാണ്. ഇയാൾ കുടുംബസമേതം ഒരു ദിവസം മുമ്പ് വരെ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിന് സമീപം സ്റ്റോക്ക് പോർട്ടിൽ താമസിക്കുകയായിരുന്നു. ഇയാൾക്ക് 4 കുട്ടികളുണ്ട്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഭാര്യ അവിടെ ഒരു NHS ആശുപത്രിയിൽ നേഴ്സാണ്. ഇയാൾ നാട്ടിൽ നേഴ്സായിരുന്നെങ്കിലും UK ഇപ്പോൾ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്നു. ഇയാൾ പക്ഷേ കഴിഞ്ഞ ദിവസം ജയിലിലായത് ചെറിയ കുറ്റകൃത്യത്തിനല്ല. 4 കുട്ടികളുടെ പിതാവായ ഇയാൾ അർദ്ധരാത്രിയിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോടെ ലൈംഗിക താല്പര്യത്തോടെ ചാറ്റ് ചെയ്യുകയും ലൈംഗിക ബന്ധത്തിന് വേണ്ടി അവളെ കാണാൻ ശ്രമിക്കുകയും ചെയ്ത കുറ്റകൃത്യത്തിനാണ് ജയിലിലായത്. ഒരു കാര്യം പറയട്ടെ, ഇയാൾ സ്റ്റോക്ക് പോർട്ടിലെ സൺഡേ സ്കൂൾ അധ്യാപകനും വിശുദ്ധ കുർബാനയിൽ അൾത്താരയിൽ സഹായിമൊക്കെ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഇയാൾ ലൈംഗിക താല്പര്യത്തോടെ ചാറ്റ് ചെയ്തത് ഒരു പെൺകുട്ടിയോടായിരുന്നില്ല. അവിടെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സാമൂഹിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കെണിയൊരുക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിനു മുൻപും പലതവണ UK എത്തുന്ന മലയാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യമായല്ല ഒരു മലയാളി ഈ കെണിയിൽ വീഴുന്നത്. ഇതിനു മുൻപ് പല മലയാളികളും ഈ കെണിയിൽ വീണ് ജയിലിലായിട്ടുണ്ട്. എന്നാൽ ജിതിന്റെ പ്രത്യേകത, അയാൾ 4 കുട്ടികളുടെ പിതാവാണ്, അറിയപ്പെടുന്ന സദാചാരവാദിയാണ് എന്നത് തന്നെയാണ്. ഈ വിജിലന്റ് ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ ഇടപെടൽ നോക്കി അവരെ ചാറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അവരുടെ താല്പര്യം അറിയുന്ന തരത്തിലേക്ക് ചാറ്റ് നീട്ടിക്കൊണ്ടു പോകും. താല്പര്യമുണ്ടെന്നറിഞ്ഞാൽ സംഭാഷണത്തിനിടയിൽ പ്രായം വ്യക്തമാക്കും. 16 വയസ്സിൽ താഴെയുള്ള ഒരു പ്രായമായിരിക്കും പറയുന്നത്. ജിതിനോട് ഈ പെൺകുട്ടി പറഞ്ഞത് തനിക്ക് 13 വയസ്സെന്നാണ്. ഈ 16 വയസ്സിൽ താഴെയാണ് എന്നറിഞ്ഞിട്ടും ആ പെൺകുട്ടിയോട് താല്പര്യം കാണിക്കുകയും ആ പെൺകുട്ടിയെ കാണാൻ ശ്രമിക്കുകയും ചെയ്താൽ അവരെ കെണി വിരിച്ച് പൊക്കുകയാണ് ഈ സംഘത്തിന്റെ പണി. ഈ സംഘം അവിടെ ചെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇവരുടെ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്യും. എന്നിട്ട് പോലീസിനെ വിളിക്കും. പോലീസ് അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കും. ജിതിൻ ആൽവിൻ എബ്രാഹിം എന്ന വ്യാജ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയായിരുന്നു ഈ ചാറ്റിംഗ് നടത്തിയത്. എന്നിട്ട് ഈ പെൺകുട്ടിയുമായി നിരന്തരമായി ചാറ്റ് ചെയ്തു. ആ പെൺകുട്ടിയെ സമീപിക്കാനുള്ള തീയതി വരെ ഒരുക്കി. അതിനിടയിൽ സ്റ്റോക്ക് പോർട്ടിലെ മലയാളി അസോസിയേഷൻ ഗ്രീൻസ്ബി എന്ന് പറയുന്ന സ്ഥലത്തെ ടൂറിന് പോകുന്നു. ഗ്രീൻസ്ബിയിൽ ചാക്കോച്ചൻസ് കോട്ടേജ് എന്ന് പറയുന്ന മലയാളികളൊക്കെ പോയി താമസിക്കുന്ന ഒരു കോട്ടേജ് ഉണ്ട്. ഒരുപാട് കോട്ടേജുകളുള്ള ആളുകൾ ഒരുമിച്ച് കൂടി അവധിക്കാലം ചെലവഴിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ ടൂറിന് പോയ ദിവസമാണ് ഇയാളെ പൊക്കാൻ വിജിലന്റ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ഇയാൾ ഇവിടെയാണെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ആയത് അയാളുടെ ഭാഗ്യം. അതുകൊണ്ട് തന്നെ ചാക്കോച്ചനോട് നേരത്തെ തന്നെ വിവരം പറഞ്ഞ്, പക്ഷേ ഇത് വിവരം ഒരിക്കലും അറിയിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ വന്ന് അർദ്ധരാത്രിയിൽ പിടികൂടുകയായിരുന്നു. നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് കൈയോടെ ക്വസ്റ്റ്യൻ ചെയ്ത് റെക്കോർഡ് ചെയ്തില്ല. സാധാരണഗതിക്ക് ആളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ റെക്കോർഡിംഗ് തുടങ്ങും. അവർ കുഴപ്പത്തിലാവുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന വീഡിയോകൾ കിട്ടാറുണ്ട്. എന്നാൽ വലിയൊരു സംഘത്തിന് കൂടെ ആയതുകൊണ്ട് അയാളെ പിടിച്ചുകൊണ്ടുപോയി മറ്റൊരിടത്തിരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് കൂസലില്ല, കരച്ചിലില്ല, കണ്ണീരില്ല. അയാൾ ചോദ്യം ചെയ്യുന്ന കുറച്ചു ഭാഗം മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. അതിങ്ങനെയാണ്. $5 in the morning and nobody's watching. So, what's your name again? Gittin? Yeah. Is that what everybody calls you? Yeah. Yeah. And you know why we're here, don't you? Yeah. You've been talking to a 13-year-old girl, haven't you? Telling her you love her, you want to have sex with her, you want to kiss her all over and eat her. Do you understand what I'm saying? Yeah. Yeah, you do? Yeah. You got a wife and 4 kids at home, and you're online talking to a 13-year-old girl, wanting to meet her and telling her you love her and that. Do you think that's right? No, it's not right. So why did you do it?
After some, after drink. That's Drink's no excuse. So, do you drink all the time, do you? Every night? No. So, you've been talking to her for over a week. എന്തായാലും ജിതിൻ താൻ 13 വയസ്സുള്ള പെൺകുട്ടിയെ അവർക്ക് പ്രായം കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലൈംഗിക താല്പര്യത്തോടെ അപ്രോച്ച് ചെയ്തു എന്ന് സമ്മതിച്ചു. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. അർദ്ധരാത്രിയിൽ തന്നെ ജിതിനെ പോയി റിമാൻഡ് ചെയ്തു. ഈ ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കും. ശിക്ഷാ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാട് കടത്തും. 1 വർഷത്തിലധികം ശിക്ഷ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല, കുറ്റകൃത്യം ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്ന് സ്ഥാപിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന് 1 വർഷമാണ് പൊതുവെ തടവ് കിട്ടുന്നത്. 1 വർഷത്തെ തടവ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇയാൾ നാട് കടത്തും. 3 വർഷം മുമ്പാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി വിസ പുതുക്കുക അസാധ്യമാണ്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല സെക്സ് ഒഫൻഡേഴ്സ് രജിസ്റ്ററിൽ ജിതിൻ്റെ പേരും വരും. ഒരിക്കലും കുട്ടികളുള്ളിടത്തോ കുട്ടികളോടോ സ്ത്രീകളോടോ ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ഒരിക്കലും ഇനി അയാൾക്ക് സാധിക്കില്ല. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ അവിടെ പതിവാണ്. അനേകം മലയാളികൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിലെത്തിയ നവമലയാളികൾ, സ്റ്റുഡൻറ് വിസയിലെത്തുന്ന കുട്ടികളൊക്കെ ഇത്തരം കെണിയിൽ വീഴാറുണ്ട്. നേരത്തെ മുതൽ UK താമസിക്കുന്നവർക്ക് നിയമങ്ങളെക്കുറിച്ച് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് അവർ ജാഗ്രത പാലിക്കും. സോഷ്യൽ മീഡിയയിലെ ഇത്തരം വിജിലന്റ് ഗ്രൂപ്പുകളുടെ കെണിയിൽ വീണ് ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്നത് തന്നെ കുറ്റകൃത്യമാണ്. അവരോടൊരു വിട്ടുവീഴ്ചയും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിയമം ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലെ തലയൂരി പോവുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ജിതിൻ ജോസ് ഫേക്ക് അക്കൗണ്ടിൽ രംഗത്തിറങ്ങിയിട്ടും പിടികൂടപ്പെട്ടത്. ലോകത്തെവിടെയും താമസിക്കുന്ന മലയാളികളുടെ അഭ്യർത്ഥന, ഇത്തരം കെണിയിൽ വീണു പോവരുത്. നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ പോലീസ് ആവാം, അല്ലെങ്കിൽ വിജിലൻസ് ഗ്രൂപ്പ് ആവാം. പ്രായം കുറച്ച് പറയുമ്പോൾ തന്നെ തിരിച്ചറിയുക കെണിയാണെന്ന്. ഈ കെണിയിൽ വീണ് നിങ്ങളുടെ മാനം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ മാനവും നഷ്ടപ്പെടുത്തരുത്. 4 കുട്ടികളുള്ള ആ അമ്മയുടെ അവസ്ഥ, അതായത് ജിതിന്റെ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ജിതിനെ പോറ്റി വളർത്തിയ അവരുടെ നാട്ടിലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടി നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബവും നാണക്കേടുകൊണ്ട് മാനക്കേടുകൊണ്ട് തലപൊക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നത് ദയവായി ഒഴിവാക്കുക.